ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ proxplore. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവരെയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ ആണെന്ന്. സംഭവം വോഷറിൻ്റെ 1610 എന്ന് പറയുന്ന പോർട്ടബിൾ എയർ കംപ്രസറാണ്. അത്യാവശ്യം ടയറൊക്കെ കാറ്റടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മേടിച്ചിരിക്കുന്നത്. കണ്ടോ, 2 മിനിറ്റിൽ ഒരു 2 വീലറിൻ്റെ ടയർ അത്യാവശ്യം ഫില്ല് ചെയ്യാമെന്നൊക്കെയാണ് ഇവർ കൊടുത്തേക്കുന്നത്. ലൈറ്റൊക്കെ ഉണ്ട് രാത്രിയിൽ ഉപയോഗിക്കാൻ. കണ്ടോ, 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് മേടിക്കാനുള്ള ഉദ്ദേശം, ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പെട്രോൾ പമ്പിലൊക്കെ ചെന്നാൽ ചിലപ്പോൾ അവർ എയർ അടിക്കുന്ന സംവിധാനം ഓഫ് ചെയ്തിടും, അല്ലെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്ത് പമ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വണ്ടി അധികം എടുക്കുന്നില്ല. അപ്പോൾ വണ്ടി ഇരുന്നിരുന്ന് ടയറിൻ്റെ കാറ്റിറങ്ങിപ്പോകും. അപ്പോൾ ഇതൊരു എമർജൻസി ഡിവൈസാണ് കേട്ടോ, അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വില ഇവിടെ കൊടുത്തേക്കുന്നത് 1500 സംതിങ് ആണെന്ന്, പക്ഷേ നമുക്ക് 900 രൂപയ്ക്കാണ് ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ബോക്സിലുള്ള ഡീറ്റെയിൽസ്. അപ്പുറം ഇപ്പുറമൊക്കെ ഒരേ ഡീറ്റെയിൽസ് തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാവുന്ന 2 വീലറിന് ഉപയോഗിക്കാം, കാറിന് ഉപയോഗിക്കാം, ഫുട്ബോൾ, അതുപോലത്തെ കാറ്റടിക്കുന്ന ബോളുകൾ, പിന്നെന്താണ് കാറ്റടിക്കാവുന്ന വഞ്ചി അല്ലെങ്കിൽ കാറ്റടിക്കാവുന്ന ബെഡൊക്കെ ഇല്ലേ, അതിനൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ ഉദ്ദേശം കാറിൻ്റെ ടയർ ഇൻഫ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാരണം പലപ്പോഴും യാത്രയൊക്കെ പോയപ്പോൾ കണ്ടതാണ്, വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ വണ്ടിയുടെ കാറ്റിറങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ പഞ്ചറായിട്ടൊക്കെ വണ്ടികൾ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്കത് തൽക്കാലത്തേക്ക് അടുത്ത പമ്പ് എത്തുന്നവരെങ്കിലും കാറ്റടിച്ചിട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത റിപ്പയറിംഗ് സ്റ്റേഷനിൽ എത്തുന്നവരെങ്കിലും കാറ്റടിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരിക കേട്ടോ. കണ്ട ഒരു യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ ഒരു സഞ്ചിക്കകത്താണ് ഈ ഡിവൈസ് വരിക. യൂസർ മാനുവൽ അവിടെ കിടക്കട്ടെ, ഇതൊന്നും ആരും വായിച്ചു നോക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ ഒരു ചെറിയ സഞ്ചിക്കകത്താണ് ഈ ഡിവൈസ് വരിക. വളരെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ചെറിയ ഡിവൈസാണ് കേട്ടോ. അപ്പോൾ ഈ സഞ്ചി കിട്ടിയത് നന്നായി, കാരണം നമുക്ക് വണ്ടിയുടെ ബൂട്ടിലൊക്കെ ഇതിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ ഡിവൈസിനൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ താരം, വോഷറിൻ്റെ ടയർ ഇൻഫ്ലേറ്റർ. കണ്ട് ഇത് നമ്മൾ കാറിൻ്റെ സിഗരറ്റ് ലൈറ്റ് പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ നിന്നാണ് ഇതിൻ്റെ പവർ എടുക്കുന്നത്. അത്യാവശ്യം നല്ല നീളമുള്ളൊരു കേബിളാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുണ്ട്, നല്ല നീളമുള്ള കേബിളാണ്. അപ്പോൾ കാറിന് ചുറ്റും നമുക്ക് ഒരിക്കൽ കണക്ട് ചെയ്തിട്ട് ചുറ്റും നടന്ന് ടയർ ഇൻഫ്ലേറ്റ് ചെയ്യാം. ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ അതാണ് അതിൻ്റെ മീറ്റർ റീഡിങ് കാണിക്കുന്നത്. ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്, എന്താണെന്തോ. വോഷറിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ സീരിയൽ നമ്പറൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ആക്ച്വലി ആ നോബ്, നമ്മൾ ടയർ അടിക്കുന്ന നോബ്, ടയറിൻ്റെ നോബിൽ കണക്ട് ചെയ്യുന്ന, കാറ്റടിക്കുന്ന നോബിലോട്ട് ഇതാണ് കണക്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇത് വളരെ നീളം കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഡിവൈസ്, വളരെ കോമ്പാറ്റബിൾ ആണ് കേട്ടോ. കണ്ടോ, നിങ്ങൾ നോക്കി, ചെറുതല്ല, എൻ്റെ കൈക്കുള്ളിൽ ശരിക്കും പറഞ്ഞ് ഒതുങ്ങും. എൻ്റെ കൈ വളരെ ചെറുതാണ്, പക്ഷെ നോക്ക്, കണ്ടോ, വെയിറ്റും തീരെയില്ല, ശരിക്കും കൈ കൊണ്ട് അടക്കാൻ പറ്റും. കണ്ടോ, എൻ്റെ കൈയുടെ വലുപ്പം അതിൻ്റെ വലുപ്പം വെച്ച് നോക്കുമ്പം വളരെ ചെറുതാണ്. കണ്ടോ, അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ കൂടെ ഇനി വേറെ എന്താ ഉള്ളതെന്ന് നോക്കാം നമുക്ക്. പിന്നെ ഈ ബോക്സിൽ വരുന്നത് ഇത് കണ്ടോ, ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡിങ് ടാഗ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ നോബുകൾ വരുന്നുണ്ട്. ഈ നോബുകൾ ഉപയോഗിക്കുന്നത് ഫുട്ബോൾ അല്ലെങ്കിൽ വോളിബോളൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ ഇൻഫ്ലേറ്റ് ചെയ്യാവുന്ന വഞ്ചി, ഇൻഫ്ലേറ്റ് ചെയ്യാവുന്ന ബെഡ്, അതൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ നോബുകൾ തന്നിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് ഉപകാരമായി. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഈ കമ്പനിയുടെ. നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിവൈസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം റിവ്യൂസൊക്കെ നോക്കി നല്ലൊരു ബ്രാൻഡ് നോക്കി മേടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്, ഇതിൻ്റെ റിവ്യൂസൊന്നും മോശമില്ല. അപ്പോൾ അതൊരു എമർജൻസി ഡിവൈസായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങ് മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാരും ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും കരുതണ്ട. നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ ചെയ്യാം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്ട്രാ കൂടെ കിട്ടിയ നോബുകൾ. ഇത് അതിൻ്റെ ബാക്കിൽ ഫിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മളിത് കാറിനകത്താണ് വെക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കിട്ടിയ സഞ്ചിക്കകത്ത് തന്നെ എല്ലാം കൂടി എടുത്ത് ബൂട്ടിനകത്ത് ഇട്ടാൽ മതി.
ഓക്കെ, ഇനി എന്താണ് വേറെ വാറണ്ടി കാർഡ് പോലെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. ഓക്കെ, നോട്ട് ഹാപ്പി, 1+1 ഇയർ എക്സ്റ്റെൻഡഡ് വാറണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവരൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആമസോണിൽ കൊടുക്കാനാണ് പറയുന്നത്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എവിടെ നിന്ന് വെച്ചാൽ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1 ഇയർ എക്സ്റ്റെൻഡഡ് വാറണ്ടി കിട്ടും. അപ്പോൾ ഹോണസ്റ്റ് റിവ്യൂ നിങ്ങൾ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ മാത്രം കൊടുക്കുക. ചുമ്മാ വാറണ്ടി കിട്ടാൻ വേണ്ടി നല്ലത് മാത്രം പറയരുത്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് തൽക്കാലം ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ കാറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാറിൻ്റെ അടുത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ കാറിൻ്റെ അടുത്തെത്തി. കണക്ട് ചെയ്ത് കുറച്ച് കാറ്റങ്ങ് കളയാണ് കേട്ടോ. ഇത് ഫുൾ ടൈറ്റ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ കാറ്റ് പോയിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇതിപ്പം 20 താഴെയാണ്, 15 മുട്ടാറായി. ഞാനെന്താ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓണാക്കി വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരണ്ടാന്ന് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടയർ ഫുൾ അത്യാവശ്യം നോർമലായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് കാറ്റ് കളഞ്ഞിട്ട് കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 15 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാറ്റങ്ങ് കളഞ്ഞിട്ട് നമുക്ക് പിന്നെ ഞാൻ കാറ്റടിക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 PSI അടുത്ത് കാറ്റ് കളഞ്ഞിട്ട് ഓൺ ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല ശബ്ദം വരുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ഞാനതിൻ്റെ യഥാർത്ഥ ശബ്ദം നിങ്ങളെ കേൾപ്പിച്ച് തരാം. ഞാനതിപ്പോൾ തൽക്കാലം മ്യൂട്ട് ചെയ്തേക്കാണ്. അതിൽ നിന്ന് വരുന്ന ശബ്ദം കണ്ടോ. ഇപ്പോൾ റീഡിങ് മേലോട്ട് കയറുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക്. 15 അടുത്തെത്തി, 20 മുട്ടാറായി. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ ഐഡിയൽ പ്രഷർ എന്ന് പറയുന്നത് 29 PSI ആണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിവൈസ് വെച്ച് അടിക്കുമ്പോൾ ചെറിയൊരു ടോളറൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ടൊരു ഇപ്പം 29 കമ്പനി പറയുന്നതെങ്കിൽ ഒരു 30-31 അടിക്കുക. കാരണം ഇതിൻ്റെ നോബ് ഊരുമ്പോൾ കുറച്ച് കാറ്റങ്ങ് പോകും. അപ്പോൾ അതുകൂടെ കണക്കാക്കി കുറച്ച് എക്സ്ട്രാ അടിക്കുക, ഒരുപാട് അടിക്കരുത്. കമ്പനി എപ്പോഴും പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എമർജൻസി ഡിവൈസ് മാത്രമാണ്. അപ്പോൾ തൽക്കാലം അടിച്ചിട്ട് ബാക്കി എന്താ പറയുക, പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ കാറ്റടിക്കുന്നിടത്ത് പോയിട്ട് കറക്റ്റ് പ്രഷറിൽ അടിച്ചു വെക്കുക. അപ്പോൾ ഇപ്പോൾ ഉണ്ടോ, ഇത് 20 മുട്ടാറായി. അപ്പോൾ ഇവർ പറയുന്നത് 2 മിനിറ്റിൽ അടിക്കും, 5 മിനിറ്റിൽ അടിക്കും എന്നൊക്കെയാണ്. പക്ഷേ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല നോയ്സും ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആക്ച്വൽ എന്താ പറയുക സൗണ്ട് നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു യഥാർത്ഥ സൗണ്ട്. ഈ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ സൂചി ഏകദേശം 30 PSIയിലോട്ട് അടുക്കുന്നത് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട പ്രഷറായി വരുന്നുണ്ട്. 30 അടുത്തു. നമുക്ക് അത് ഓഫ് ചെയ്തേക്കാം. കണ്ടോ, ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. 31 PSI ആയിട്ടുണ്ട്. ഡിവൈസ് ചൂടൊന്നും ആയിട്ടില്ല കേട്ടോ, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് 10 PSIയിൽ നിന്നും 30 PSIയിലോട്ട് ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ഏകദേശം. കേബിളൊന്നും ചൂടൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു LED ലൈറ്റ് ഉണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം. രാത്രിക്കൊക്കെ അടിക്കാൻ വേണ്ടി ഉപകാരപ്പെടും. കണ്ടോ, കറക്റ്റ് അവിടെ തന്നെ ഒരു LED ലൈറ്റ് ഉണ്ട്. അത് നേരെ ആ നോബിലോട്ട് പോയിൻ്റ് ചെയ്ത് രാത്രിക്കൊക്കെ അടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.